നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെൺകൊച്ചും ഉപയോഗിക്കുന്നത്. അടുത്തിരിക്കുന്ന ഒരു കുട്ടി അവരുടെ തലയിൽ ഒരു തുണിയിട്ടത് കണ്ടാൽ ഭയന്നു വിറച്ചു പോകുന്നവരാണോ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങൾ? എറണാകുളം പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന പറയുന്നത്, തട്ടമിട്ട മുസ്ലിം കുട്ടിയെ കണ്ടാൽ തൻ്റെ സ്കൂളിലെ കുട്ടികൾ ഭയപ്പെട്ടു പോകുമെന്നാണ്. തലയിലിട്ട തുണി കണ്ടാൽ പേടിക്കുമെന്ന് പ്രിൻസിപ്പൽ പറയുന്ന സെയിന്റ് റീത്താസിലെ കുട്ടികൾ പക്ഷേ സ്വന്തം അധ്യാപികയായ സിസ്റ്റർ ഹെലീനയുടെ ശിരോവസ്ത്രം കണ്ട് പേടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാവും? മുസ്ലിം കുട്ടിയുടെ ഹിജാബും കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രമായ നൺസ്വയിലും വിശ്വാസഭാഗമായ വസ്ത്രങ്ങളാണ്. അതിൽ ഒന്നിനെ മാത്രം പേടിക്കുന്ന കുട്ടികളായി തൻ്റെ കുഞ്ഞുങ്ങളെ എന്തുകൊണ്ടാണ് ഹെലീന വളർത്തുന്നത്? എൻ്റെ തലയിലെ ശിരോവസ്ത്രവും വിദ്യാർത്ഥിനിയുടെ ഹിജാബും ഒരുപോലെയാണെന്നും രണ്ടിനോടും അകലമോ ഭയപ്പാടോ വേണ്ട എന്നുമല്ലേ സിസ്റ്റർ ഹെലീന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? അതെന്താണ് അവർക്ക് കഴിയാത്തത്? ഒരു CBSE സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ ഹെലീന പല കോഴ്സുകളും പല വിദ്യാലയങ്ങളും കടന്നെത്തിയായിരിക്കുമല്ലോ അധ്യാപികയുടെ ഈ കസേരയ്ക്ക് അർഹത നേടിയത്. അങ്ങനെ പഠിക്കാൻ പോയപ്പോഴെല്ലാം തിരുവസ്ത്രം അഴിച്ചുവെച്ചായിരുന്നോ അവർ അകത്തു കയറിയിരുന്നത്? അവരെ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും വിലക്കിയിരുന്നോ? ഹെലീനയുടെ ശിരോവസ്ത്രം കണ്ടിട്ട് പേടി വരുന്നുവെന്ന് ഏതെങ്കിലും സഹപാഠി പറഞ്ഞിരുന്നോ? അങ്ങനെ ആരെങ്കിലും TC വാങ്ങിച്ചു പോയോ? ആരെങ്കിലും അവരെ പുറത്താക്കിയോ? മതസ്വാതന്ത്ര്യത്തിൻ്റെ സകല പ്രിവിലേജും അനുഭവിച്ച് വലിയ കസേരയിൽ എത്തിയതിന് ശേഷമല്ലേ സിസ്റ്റർ ഹെലീനയ്ക്ക് 13കാരിയായ ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി മതവെറിയുടെ വഷളൻ ചിരിച്ചിരിക്കാൻ തോന്നുന്നത്? അതിനെ തൻ്റെ സ്കൂളിൽ നിന്ന് ആട്ടിപ്പായിക്കാനായതിൽ അഭിമാനം വരുന്നത്? ഉത്തരേന്ത്യൻ അങ്ങാടികളിലും തീവണ്ടിയിലും ചേർച്ചുകളിലും വസ്ത്രത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ കന്യാസ്ത്രീകളെ കൊടിയ ആക്രമണങ്ങൾക്ക് ഇരകളാക്കുന്ന ഹിന്ദുത്വ വർഗീയവാദികൾ പറയുന്ന അതേ ന്യായമല്ലേ ഒരർത്ഥത്തിൽ സിസ്റ്റർ ഹെലീനയും പറയുന്നത്? ഈ പൊതുവിടത്തിൽ നിങ്ങളുടെ മതവസ്ത്രം അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന വംശീയ വെറിയുടെ നിലപാട് നിങ്ങളുടെ ഉള്ളിൽ പരമത വിദ്വേഷത്തിൻ്റെ വേര് പിടിച്ചാൽ പിന്നെ ഭരണഘടന, മതനിരപേക്ഷത, സാഹോദര്യ ജീവിതം എന്നതൊന്നും ഒരു ചർച്ചയിലും നിങ്ങൾക്ക് കേട്ടിരിക്കാൻ പോലും കഴിയുന്ന വാക്കുകളായിരിക്കില്ല. അതുകൊണ്ടാണ് ആ ചോദ്യങ്ങൾ, ആ വാക്കുകൾ, ആ മൂല്യങ്ങൾ ആദ്യം പറയാതിരിക്കുന്നത്. മതനിരപേക്ഷമായ ഈ ഭാരതഭൂവിൽ മതചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കി ഒരേ ഭാവത്തിൽ ഒത്തുനിൽക്കുന്നതല്ലേ മഹത്തരം എന്ന് നിഷ്കളങ്കരും നിഷ്കളങ്ക നാട്യക്കാരും ഒരുപോലെ ചോദിക്കുന്നിടത്ത് നിന്നാണ് പള്ളുരുത്തിയിലെ പ്രശ്നത്തിന് തീപിടിക്കുന്നത്. മതനിരപേക്ഷത എന്നാൽ എല്ലാ മതചിഹ്നങ്ങളും ഒഴിവാക്കിയുള്ള ഐക്യപ്പെടലാണെന്നാണ് ഇക്കൂട്ടർ പറഞ്ഞുറപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മതചിഹ്നങ്ങളെല്ലാം പൊതുവിടത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്നൊരു നാടാണോ ഇന്ത്യ? അങ്ങനെ ഒരു ഭരണഘടനയാണോ നമുക്കുള്ളത്? എല്ലാ വിഭാഗം മതങ്ങളെയും അവരുടെ വിശ്വാസത്തോടും ആചാരത്തോടും കൂടി ഉൾക്കൊള്ളുക എന്നതാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ അടിത്തറ. അല്ലാതെ നിഷ്കളങ്ക മേലങ്കി അണിഞ്ഞ വ്യാജന്മാർ പറയുന്നത് പോലെ മതരഹിതമായൊരു വ്യവസ്ഥിതിയല്ല നമ്മുടെ പൂർവ്വപിതാക്കൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒരുപോലെ ആവണം എന്ന് വാശി പിടിക്കുന്ന സിസ്റ്റർ ഹെലീന പക്ഷേ മറ്റ് ടീച്ചേഴ്സിനെ പോലെ ആവണം താനുമെന്ന് കരുതുന്നില്ല. തൻ്റെ മതവും അതിലെ തിരുവസ്ത്രവുമെല്ലാം തൻ്റെ അവകാശമാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. അത് നിലനിർത്താൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ആഗ്രഹത്തിന് ഇവിടെ ഭരണഘടനാപരമായ പിൻബലവുമുണ്ട്. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ സവിശേഷത. അതുപക്ഷേ എനിക്ക് മാത്രമേ പാടുള്ളൂ, ഞാൻ മറ്റുള്ളവരെ അതിന് അനുവദിക്കില്ല എന്ന് പറയുന്നതിനെയാണ് വംശീയ വിരോധം എന്ന് പറയുക. പള്ളുരുത്തിയിലെ സെയിന്റ് റീത്ത സ്കൂൾ ഒരു ക്രിസ്ത്യൻ സഭാ സ്ഥാപനമാണ്. അവിടെ ക്രിസ്ത്യൻ മതാചാരപ്രകാരമുള്ള വസ്ത്രമിടാൻ അവകാശമുണ്ടെന്ന വാദം പറയുമായിരിക്കും. പക്ഷേ ആ സ്കൂൾ നടത്തുന്നത് സഭയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ? അവിടെ പഠിക്കുന്നത് സഭാവിശ്വാസികൾ മാത്രമാണോ? ഒരു സ്കൂളെന്ന നിലയ്ക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും അത് ലക്ഷ്യം വയ്ക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ആ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കാൻ അതിന് ബാധ്യതയില്ലേ? അതെന്തിനാണ് മടിക്കുന്നത്? കത്തോലിക്ക സഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും യൂണിഫോമിറ്റിയുടെ പേരിൽ അവരിത്തരം നിബന്ധനകൾ നടപ്പാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. കാരണം എന്താണ്? എല്ലായിടത്തും അത് സാധ്യമല്ല. ഉത്തരേന്ത്യയിൽ നടത്തുന്ന സ്കൂളുകളിൽ കുറി തൊട്ടും മാല ധരിച്ചും വരാൻ പാടില്ലെന്ന് പറയാൻ കത്തോലിക്ക സഭയ്ക്ക് കഴിയുമോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സ്കൂളിൽ സിഖ് മതവിശ്വാസിയുടെ ടർബൻ തലയിൽ പറ്റില്ല എന്ന് പറയാൻ കത്തോലിക്ക സഭയ്ക്കോ സിസ്റ്റർ ഹെലീനമാർക്കോ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഇന്ത്യ എന്ന മഹാരാജ്യം
പലവിധ മതവിശ്വാസങ്ങളാൽ നിബിഡമാണ്. അവിടെ മതങ്ങളെ നിരാകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല. എന്നിട്ടും പക്ഷേ പള്ളുരുത്തിയിലെ ഹെഡ് മിസ്ട്രസ് മുസ്ലിം ഹിജാബ് പറ്റില്ല എന്ന് പറയുന്നു. അവരെക്കാൾ ഉച്ചത്തിൽ വിഷം തുപ്പുന്നു ആ സ്കൂളിലെ PTA പ്രസിഡന്റ്. അതിലും അപകടകരമായ മുഖലേഖനം എഴുതുന്നു ദീപിക ദിനപത്രം. എന്താണ് ഇതിൻ്റെ എല്ലാം ചേതോവികാരം? 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെൻറ്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. നമ്മൾ ഓരോരുത്തരും ഓരോ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പാലിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകം എങ്ങോട്ട് പോകും, രാജ്യം എങ്ങോട്ട് പോകും, നമ്മുടെ സംസ്ഥാനം എങ്ങോട്ട് പോകും? കേരളത്തിൽ സംഘപരിവാരം വിത്തിട്ട് മുളപ്പിക്കാൻ ശ്രമിക്കുന്ന മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വിളക്കെടുപ്പുകാരായി മാറിയ ഒരു കൂട്ടം മനുഷ്യരുടെ നിറഞ്ഞാട്ടമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ യുക്തിസഹമോ ന്യായമോ അല്ലല്ലോ ഈ തീരുമാനം. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോഴും ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. 13 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ മറ്റാരെയും ബാധിക്കാത്ത ഒരു അവകാശത്തെ ആക്രമിച്ച് തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദ ചിരിയുമായിട്ടാണ് സിസ്റ്റർ ഹെലീന അവസാനം മാധ്യമങ്ങളെ കണ്ടത്. മുന്നിലിരിക്കുന്ന കുഞ്ഞ് തൻ്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം പണി നിർത്തിപ്പോകണമെന്നാണ് അധ്യാപകരോട് മഹാമനീഷികൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പക്ഷേ ചെറിയൊരു പെൺകുട്ടിയെ കേരളം മുഴുവനിട്ട് തട്ടിക്കളിക്കാൻ, ആക്ഷേപമുദ്ര ചാർത്താൻ, അപമാനിക്കാൻ വലിച്ചെറിഞ്ഞു കൊടുത്തു ആ സ്കൂളും അവിടുത്തെ അധ്യാപകരും. തട്ടമിട്ട് വന്ന കുട്ടിയെ സഹപാഠികൾക്ക് മുന്നിൽ ആക്ഷേപിച്ച ശേഷമാണ് അതൊരു പൊതുവിഷയമാക്കി അവർ വികസിപ്പിച്ചത് എന്നുകൂടി ഓർക്കണം. സകലമാന വർഗീയവാദികളും അതിൽ കയറി വിഷം വിതറി. വർഗീയതയ്ക്ക് തീപിടിച്ചപ്പോൾ അത് അണയ്ക്കാൻ വന്നവരെല്ലാം കൂടി കുട്ടിയെയും പിതാവിനെയും സമ്മർദ്ദത്തിലാക്കി. അവിടെ നിന്ന് TC വാങ്ങിപ്പിച്ച് പുറത്തേക്ക് പായിച്ചു. എൻ്റെ മകളോട് ഞാൻ പലാവർത്തി സംസാരിച്ചു, അവിടെ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് അതനുസരിച്ച് മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തു നേടി? 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ തോൽപ്പിച്ച് നിങ്ങളൊക്കെ നേടുന്നത് എന്ത് അധ്യാപിക എന്ന ഖ്യാതിയാണ്. ആ കുട്ടിയെ തോൽപ്പിച്ചോടിക്കാൻ പണിയെടുത്ത സഭാമേലാളരും ദീപിക ദിനപത്രവുമെല്ലാം എന്ത് ദൗത്യം നിർവഹിച്ചുവെന്നാണ് സ്വയം വിചാരിക്കുന്നത്? സാഹോദര്യ ജീവിതത്തിൻ്റെ കടക്കൽ കത്തിവെച്ചതല്ലാതെ മറ്റൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നന്നായി ഓർത്തുകൊള്ളുക. മാസങ്ങൾക്ക് മുൻപ് ഛത്തീസ്ഗഡിൽ നടന്ന സംഭവം എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടാവും. കന്യാസ്ത്രീകളുടെ സമൂഹമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റിലെ 2 കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്താരോപിച്ച് പിടിച്ച് ജയിലിലടച്ചത് കത്തോലിക്ക സഭയെ ഞെട്ടിച്ച സംഭവമാണ്. പരസ്യമായി ആക്രമിക്കപ്പെട്ട ശേഷമാണ് തിരുവസ്ത്രധാരികളായ കന്യാസ്ത്രീകൾ ജയിലിലടയ്ക്കപ്പെട്ടത് എന്നോർക്കണം. അന്ന് ആ വിഷയത്തിൽ ഉറക്കെ സംസാരിക്കാൻ കേരളത്തിലെ മതനിരപേക്ഷ ബോധ്യമുള്ള മനുഷ്യർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അടക്കമുള്ള സകലരും, സകല നേതാക്കളും സംഘപരിവാര ഗൂണ്ടകളുടെയും അവരുടെ സർക്കാരിൻ്റെയും നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമുയർത്തി. അതിൻ്റെ പ്രതിഫലനമായി അത് പാർലമെൻറ്റിൽ പോലും എത്തി. അന്നുറക്കെ ശബ്ദിച്ച കേരളത്തോടാണ് കത്തോലിക്ക സഭാ നേതൃത്വം ഈ കൊടുമ്പഞ്ചന കാണിക്കുന്നത് എന്നോർക്കണം. തങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ മിണ്ടാൻ അവശേഷിക്കേണ്ട ഒരേ ഒരു സാഹോദര്യ സമൂഹത്തെയാണ് നിങ്ങൾ ഈ വിധം വിഷവിത്തിട്ട് ഇല്ലാതാക്കുന്നത്. ഒരു സർക്കാർ എന്ന നിലയ്ക്ക് കർശന നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിലെടുത്ത നിലപാടുകൾ പ്രതീക്ഷാനിർഭരമാണ്. മുസ്ലിം പെൺകുട്ടികളുടെ ഹിജാബ് എന്തോ അന്യഗ്രഹ വസ്തുവാണെന്ന പ്രതീതി ഉണ്ടാക്കി ഭീതി പരത്താൻ ശ്രമിച്ചവരോട് ചേർത്തു നിർത്തലാണ് കേരള പാരമ്പര്യം എന്ന് അദ്ദേഹം മടിയില്ലാതെ പറഞ്ഞു. സ്കൂളും സ്കൂളിൻ്റെ അഭിഭാഷകയുമെല്ലാം അതിരുവിടുന്നുവെന്നും സാഹോദര്യം തകർക്കുന്നുവെന്നും പറയാൻ ശിവൻകുട്ടിയല്ലാതെ മറ്റൊരു നേതാവും മറ്റൊരു പാർട്ടിയിലും ഉണ്ടായില്ല. എന്ത് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായി. മുസ്ലിം ലീഗും MSFും പോലും അഭിപ്രായം പറയാൻ ഭയന്ന് മാളത്തിൽ ഒളിച്ചിരുന്നു.
കുട്ടി TC വാങ്ങി പോകേണ്ടി വന്നതിന് ശേഷം മാത്രമാണ് PK കുഞ്ഞാലിക്കുട്ടി നാമമാത്രമായ ഒരു പ്രതികരണം നടത്തിയത്. സംഘപരിവാരത്തിൻ്റെ പദ്ധതികൾ കളം നിറഞ്ഞു കളിക്കുന്ന കാലത്ത് മതനിരപേക്ഷ ചേരിയിലുള്ള പാർട്ടികളും നേതാക്കളും പോലും എത്ര ചകിതരാകുന്നു എന്ന കാഴ്ച നിരാശാജനകം. തലമറച്ച് പൊതുസ്ഥലത്ത് പോകാനുള്ള മുസ്ലിം സ്ത്രീയുടെ അവകാശം ഈ രാജ്യത്ത് പൊടുന്നനെ ചോദ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? തിരുത്തി എഴുതപ്പെടാത്ത ഭരണഘടന ഇപ്പോഴുമുള്ള ഈ നാട്ടിൽ ഈ വിധമുള്ള ആക്രോശങ്ങളും അവയ്ക്ക് താഴെ തുല്യം ചാർത്തുന്ന പൊതുപ്രവർത്തകരും MP-മാരും MLA-മാരും എങ്ങനെയുണ്ടായി? നമ്മുടെ കോടതികൾക്ക് തുല്യാവകാശ സംബന്ധിയായ ഒരു കേസിൽ തീരുമാനമെടുക്കാൻ ഇത്ര അധൈര്യവും ആലോചനയും വേണ്ടിവരുന്നത് എന്തുകൊണ്ടാണ്? മറ്റെല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസ സംബന്ധിയായ ചിഹ്നങ്ങൾ അണിയാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കെ മുസ്ലിം സ്ത്രീകൾ മാത്രമെങ്ങനെ ഗേറ്റിന് പുറത്തു നിൽക്കുന്നു? ഈ രാജ്യം എത്ര ഭീതിതമായ വർഗീയ ധ്രുവീകരണത്തിൻ്റെ പാതാളക്കുണ്ടിലേക്കാണ് വീണുപോയത് എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇവയെല്ലാം. ഭരണഘടനയുടെ 14, 25 അനുച്ഛേദങ്ങൾ വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളായ തുല്യതയ്ക്കും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ഹിജാബിൻ്റെ ഏതെങ്കിലും നിലയ്ക്കുള്ള നിരോധനം. പൗരൻ്റെ വിശ്വാസ സ്വാതന്ത്ര്യത്തിലും മതജീവിതം നയിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിലും ഇടപെടാൻ ഭരണകൂടത്തിന് അവകാശമുള്ളത് പൊതുസമാധാനക്രമം, സാമൂഹ്യധാർമ്മികത, സാമുദായിക സൗഹാർദ്ദം എന്നിവയെ അത് പ്രതികൂലമായി ബാധിക്കുമ്പോൾ മാത്രമാണ്. മുസ്ലിം വിദ്യാർത്ഥികളുടെ ശിരോവസ്ത്രം ഒരു നിലയിലും മേൽപ്പറഞ്ഞ സംഗതികളെ അപകടപ്പെടുത്തുന്നതല്ല. 1954 പ്രസിദ്ധമായ ഷിറൂർമത് കേസിൽ മതാചാരത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിശദീകരണം നൽകുന്നുണ്ട്. മതസ്വാതന്ത്ര്യം വിശ്വാസ സ്വാതന്ത്ര്യം മാത്രമല്ലെന്നും അത് മതപരമായ കർമ്മങ്ങളിലേക്ക് കൂടി പടർന്നു കിടക്കുന്നതാണെന്ന് കോടതി തെളിച്ചപ്പെടുത്തി. 1961 ദർഗാ കമ്മിറ്റി അജ്മീർ കേസിലും കോടതി ഇത് ആവർത്തിക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ തലച്ചോറിൽ നിന്ന് ഇത്തരം പുതു വിഭജനാശയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും നാം പ്രതീക്ഷിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിനും അപ്പുറത്തേക്ക് അവർ പോയിട്ടുമുണ്ട്. അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ മൗലികാവകാശ പ്രശ്നത്തെ നമ്മുടെ മതനിരപേക്ഷ സമൂഹം എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്? അവിടെ ഏറ്റവും വലിയ നിരാശ നിറഞ്ഞുകിടക്കുന്നു. ഒരു മതേതര ജനാധിപത്യ സമൂഹത്തിൽ മതചിഹ്നങ്ങൾ എന്തിനണിയുന്നു എന്നത് മുതൽ ജയ് ശ്രീറാമിന് പകരം അല്ലാഹു അക്ബർ എന്തിനു വിളിക്കുന്നു എന്നുവരെയുള്ള നിഷ്കളങ്ക മേലങ്കിയിട്ട ചോദ്യങ്ങൾ ഉയർത്തുക വഴി സംഘപരിവാരത്തിൻ്റെ പദ്ധതികൾക്ക് നിശബ്ദമായി നിന്നുകൊടുക്കുകയാണ് പലരും. സെയിന്റ് റീറ്റാസിലെ കുട്ടികൾക്ക് ഞങ്ങളാൽ ആവും വിധം നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുള്ളി ഇന്ത്യൻ വേ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതായത് പാഠ്യ പദ്ധതിക്ക് പുറമെ അവരെ ഇന്ത്യയുടെയും കേരളത്തിന്റെയും സാംസ്കാരിക മൂല്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ടോട്ടലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ. I mean, beyond the curriculum, we teach our students the culture, tradition, and what all good both Bharat and Kerala have. മതേതര സമൂഹമെന്നാൽ മതമില്ലാത്ത സമൂഹമാണെന്ന അർത്ഥം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എല്ലാവരും. എല്ലാ മതങ്ങൾക്കും തുല്യാവകാശമുള്ള ഘടനയാണ് നാം വിഭാവനം ചെയ്യുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ആ അവകാശം നിഷേധിക്കപ്പെടുമ്പോഴാണ് മതേതരത്വം അപകടത്തിലാവുന്നത് എന്ന് മനസ്സിലാക്കുക. തലമറയ്ക്കാനുള്ള മുസ്ലിം പെൺകുട്ടികളുടെ അവകാശത്തിന് മേൽ സംഘപരിവാരവും അവരുടെ പ്രച്ഛന്ന വേഷക്കാരും അതിക്രമം നടത്തുമ്പോൾ ഭരണഘടന ഉയർത്തി എപ്പോഴും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് കേരളത്തിൽ എന്താണ് പറയാനുള്ളത്? പള്ളുരുത്തി സെയിന്റ് റീത്ത സ്കൂളിലെ വംശീയ വിവേചന പ്രശ്നം പരിഹരിക്കാൻ അവിടെ പോയ ഹൈബി ഈഡൻ MP-യും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും കേരളത്തിലെ സാമൂഹ്യ സാഹോദര്യത്തെക്കുറിച്ചുമാണോ സ്കൂൾ അധികൃതരോട് സംസാരിച്ചത്? അല്ല, മറിച്ച് ഈ പ്രശ്നം സൃഷ്ടിച്ചത് മുസ്ലിം പെൺകുട്ടിയുടെ പിതാവാണെന്ന നിലപാടിൽ നിന്നുകൊണ്ട് അയാളോട് പിൻവാങ്ങാൻ ആവശ്യപ്പെടുകയാണ് അവർ ചെയ്തത്. അല്ലെങ്കിൽ അത് സാമൂഹ്യ വിഭജനത്തിന് കാരണമാകുമെന്നും പെൺകുട്ടിയുടെ തുടർ പഠനത്തെ ബാധിക്കുമെന്നെല്ലാം പറഞ്ഞ് അവർ പെൺകുഞ്ഞിൻ്റെ പിതാവിനെ സമ്മർദ്ദത്തിലാക്കി. സാമൂഹ്യ ഐക്യം നിലനിർത്താനുള്ള സകല ബാധ്യതയും അവർ ആ പെൺകുട്ടിയുടെ പിതാവിൽ മാത്രമായി ചാർത്തി. ഞങ്ങൾ ഇന്നലെ ആ കുട്ടിയുടെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളത് പരിഹരിച്ച വിഷയമാണ്. ഞങ്ങളത് വളരെ കൃത്യമായി അത് പരിഹരിച്ച ഒരു വിഷയമാണ്. ഒരു പരിക്കില്ലാതെ നമ്മുടെ സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആത്യന്തികമായി ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞങ്ങളത് വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. വിശ്വാസ ചിഹ്നങ്ങൾക്കെതിരെ ആക്രോശവുമായി വരുന്നവരോട് വിധേയപ്പെടുന്നതാണ് നല്ലത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ഏത് ഭരണഘടനയെ പറ്റിയാണ് സംസാരിക്കുന്നത്?
വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിവേചനങ്ങൾക്കെതിരെ പ്രക്ഷോഭത്തിൻ്റെ വഴി സ്വീകരിക്കേണ്ട വിദ്യാർത്ഥി സംഘടനകളൊക്കെ എവിടെ പോയി? SFIയുടെ നിലപാട് സംസ്ഥാന പ്രസിഡന്റിൻ്റെ വൈകി വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങി. വംശീയ വെറിയോട് വിധേയപ്പെടാൻ പറയുന്ന ഹൈബിമാരെ, ഷിയാസുമാരെ, മതവിശ്വാസത്തെയും ആചാരങ്ങളെയും അടക്കി വെച്ച് നിശബ്ദമായിരുന്നാൽ പ്രകോപനം അവസാനിപ്പിച്ച് സംഘപരിവാരം പണിനിർത്തി പോകുമെന്നാണോ നിങ്ങളുടെ വിചാരം? മനുഷ്യരെ അകറ്റാനുള്ള പണികളുമായി അവർ ആഞ്ഞു തുടരും. അടുപ്പിക്കാൻ വല്ലതും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാനുള്ള നേരമാണ് നിങ്ങൾക്കിത്. അല്ലെങ്കിൽ വലിയ വർത്തമാനം ഒന്നിനെക്കുറിച്ചും പറയരുത്. ഇത് മുസ്ലിം സമുദായത്തിനെതിരായ വംശീയ ആക്രമമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ മറ്റേതൊക്കെ സമുദായങ്ങൾ ഈ വിധം മാറ്റി നിർത്തപ്പെടുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. വിശ്വാസ സംബന്ധിയായ വസ്ത്രരീതിയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്ത സിഖ് സമുദായത്തെ ഈ വിധം തടയുന്നുണ്ടോ സംഘപരിവാരം? അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ കൊട്ടേഷൻ എടുത്തിരിക്കുന്ന സിസ്റ്റർ ഹെലീനമാരെ പോലെയുള്ളവർ? ഭൂരിപക്ഷ സമുദായത്തിന് അവരുടെ മതചിഹ്നങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്നതിന് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വിലക്കുണ്ടോ? അവയൊക്കെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളാലോ മാനേജ്മെൻറ്റുകളാലോ തടയപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ പൊതുബോധത്തിനേൽക്കുന്ന മുറിവ്, ഞെട്ടൽ? മതവിശ്വാസത്തിൻ്റെയും വിശ്വാസ ചിഹ്നങ്ങളുടെയും പേരിൽ ക്രിസ്ത്യൻ സമൂഹം വലിയ വിവേചനവും ആക്രമണവും നേരിടുന്ന കാലത്താണ് ഇരകളിൽ ചിലർ തന്നെ വംശീയ വിവേചനത്തിൻ്റെ കൊടിയെടുത്ത് പിടിച്ചിരിക്കുന്നത് എന്നോർക്കണം. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നത്, പള്ളികളിലേക്ക് കടന്നു കയറി പ്രാർത്ഥനകൾ തടസ്സപ്പെടുന്നത്, കുരിശിൽ കാവിക്കൊടി കെട്ടുന്നത് ഇന്നൊരു ട്രെൻഡാണ്. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം പോലെയുള്ള ഗുരുതര കേസുകളെടുത്ത് പീഡിപ്പിക്കുന്ന ഭരണകൂട ഏർപ്പാടുകൾ വേറെ. പ്രശ്നബാധിതമായ മിക്കയിടത്തും ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടാനും ഞായറാഴ്ച പ്രാർത്ഥനകൾക്കായി ഒത്തുകൂടുന്നത് നിർത്താനും നിർബന്ധിതരായിട്ടുണ്ടെന്ന് ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ പറയുന്നു. ഫലത്തിൽ ഒരു മതസമൂഹമെന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നതിന്, അവകാശബോധത്തോടെ ജീവിക്കുന്നതിന് ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ ഭീഷണി അവർക്ക് വിഘാതമായിരിക്കുകയാണ്. മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം വിട്ടേക്കുക. ഇന്ന് ഈ ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി മതം പറയുന്നതിനും ആചരിക്കുന്നതിനുമുള്ള അവകാശത്തിന്മേലാണ്. ഇത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. വശീകരണത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ മതപരിവർത്തനം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ മതിയായ നിയമങ്ങളുണ്ടെന്നിരിക്കെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ BJP സർക്കാരുകൾ നിയമമുണ്ടാക്കിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യമുണ്ട്. മതവും മതപരിവർത്തനവും വിഭാഗീയതയുടെ കെട്ടുപോകാത്ത തീയാക്കി നിലനിർത്തുക. പശുരക്ഷാ ഗൂണ്ടാ സംഘങ്ങളെപ്പോലെ മതപരിവർത്തന വിരുദ്ധ സംഘങ്ങളെ സൃഷ്ടിച്ചെടുക്കുക എന്ന അജണ്ട അതിലുണ്ട്. ഗോവധ നിരോധന നിയമത്തെ എങ്ങനെയാണ് ഗോരക്ഷാ സംഘങ്ങൾ ആക്രമണത്തിനുള്ള മറയാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് മതപരിവർത്തന നിരോധന നിയമവും പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെ 74 മതപരിവർത്തന കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അതിലേറ്റവും അധികം ഉത്തർപ്രദേശിലാണ്, 56 എണ്ണം. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ അറസ്റ്റിലായതും ഉത്തർപ്രദേശിലാണ്, 332 പേർ. കർണാടകയിൽ 40, മധ്യപ്രദേശിൽ 21, ഉത്തരാഖണ്ഡിൽ 17. രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം സംഗതികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന അതേ സഭ തന്നെയാണ് ഇവിടെ ഈ അതിക്രിയകൾ ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെ വേട്ടയാടുന്നതിൽ വേദനിക്കുന്ന അതേ ദീപിക തന്നെയാണ് ഇവിടെ ഹിജാബിനെതിരെ വിഷവാചകങ്ങൾ എഴുതി വെക്കുന്നത്. കാൻഡമാനിലെ ആ ഭയപ്പെടുത്തുന്ന ദിനങ്ങളെ ഒന്ന് ഓർക്കണം. അന്നവിടെ ഹിന്ദു സന്യാസിയായ സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതിയെയും ഒപ്പമുള്ള 4 പേരെയും കൊന്നതിലുള്ള പ്രതികാര ചോരയാണ് പരന്നൊഴുകിയത്. കൊലപാതകത്തിന് പിന്നിൽ മാവോയിസ്റ്റ് സംഘമാണെന്ന് സർക്കാർ ഏജൻസികൾ പോലും സംശയിക്കുമ്പോൾ ഹിന്ദുത്വ തീവ്രസംഘം അത് ക്രിസ്ത്യാനികൾ ചെയ്ത പാതകമാണെന്ന് വിധിയെഴുതി. നിരവധി ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റുകളെ വർഗീയവാദികൾ അഗ്നിക്കിരയാക്കി. 1,00,000-ലധികം പേരെ അക്രമികൾ വീടില്ലാത്തവരാക്കി മാറ്റിയെന്നാണ് കണക്ക്. സർക്കാർ റിപ്പോർട്ടുകൾ പ്രകാരം 395 പള്ളികളും 5,600-ലധികം വീടുകളും അഗ്നിക്കിരയാക്കപ്പെട്ടു. 600-ലധികം ഗ്രാമങ്ങൾ കൊള്ളയടിച്ചു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500-ലധികമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിലുമേറെയുണ്ടെന്ന് പറയുന്നു അനൗദ്യോഗിക കണക്കുകൾ. നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളെ ജീവനോടെ ചുട്ടരിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചു. അല്ലാത്തവർ ഹീനമായ ആക്രമണങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടു. അക്രമത്തിനിടെ ഒരു കന്യാസ്ത്രീയെ ജനക്കൂട്ടം ബലാത്സംഗം ചെയ്തു. തുടർന്നവരെ അർദ്ധനഗ്നയായി റോഡിലൂടെ നടത്തിച്ചു. ജനക്കൂട്ടം അവളെ നഗ്നയാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിടപെടലും നടത്താതെ നോക്കി നിന്ന പോലീസിനെയും ലോകം കണ്ടു. കലാപകാരികളായ ആൾക്കൂട്ടം ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. ആ ആൾക്കൂട്ടത്തിനൊപ്പം ചേർന്ന് ഹുംകാരം മുഴക്കുന്ന ഷോൺ ജോർജ് മാർക്കാണ് സെയിൻറ്റ് റീത്ത സ്കൂളിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ഇപ്പോൾ നന്ദി പറയുന്നത്. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യം ഓടിയെത്തിയ ഒരു വ്യക്തിയാണ് ശ്രീ ഷോൺ ജോർജ്. എല്ലാ സഹായവും സ്കൂളിനായി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയട്ടെ.
ഹിജാബ് വിഷയം നാടാകെ വർഗീയതയുടെ വിഷവിത്ത് വിതച്ച് രാഷ്ട്രീയ വിജയം കൊയ്തെടുക്കാനുള്ള ഏർപ്പാടാണെന്ന് മുഴുവൻ മതേതര സമൂഹവും മനസ്സിലാക്കണം. അതിനെ RSSൻ്റെയും കാസയുടെയും മുസ്ലിം തീവ്രാശയക്കാരുടെയും തലയിൽ തുല്യാതുല്യം വീതം വെച്ച് കൊടുത്തിട്ട് നിശബ്ദമായിരിക്കുന്നവർ ഈ കാലത്ത് ചെയ്യുന്നത് മഹാദ്രോഹമാണ്. അങ്ങനെ ചെയ്യുന്നവർ സംഘപരിവാരത്തിൻ്റെ വിഭജന വൃക്ഷത്തിന് വെള്ളം കോരുകയാണെന്ന് മറന്നു പോകേണ്ട. തൂക്കമൊപ്പിക്കാത്ത നിലപാട് പറയേണ്ട. എമ്പാടും അനീതികൾ കൊടികുത്തി വാഴുന്ന നാടാണിതെന്ന് കൺതുറന്ന് കാണുക. ഇപ്പോഴത്തെ ഈ വഞ്ചനകൾക്ക് 4 വോട്ടേ കിട്ടൂ. 5ാമത്തേത് മുതൽ അങ്ങോട്ട് എണ്ണുന്നത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയമായിരിക്കുമെന്നത് നന്നായി ഓർമ്മയിൽ ഉണ്ടാവട്ടെ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.